KPCC നേതൃമാറ്റത്തിൽ കെ സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയതോടെ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. കെ സുധാകരന് മുതിർന്ന നേതാക്കളുടെയും ഗ്രൂപ്പുകളുടെയും പിന്തുണ. കേരളത്തിലെ സംഘടന പിടിച്ചടക്കാനുള്ള KC വേണുഗോപാലിന്റെ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അതൃപ്ത വിഭാഗം നേതാക്കൾ പറയുന്നത്. ദില്ലിയിലെ ചർച്ചയ്ക്ക് ശേഷം കെ സുധാകരനെ മാറ്റുകയാണെന്ന വാർത്തകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം പരത്തി. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടും സുധാകരന് എതിരാണെന്ന പ്രചരണമുണ്ടായി. പക്ഷേ ഇത് നിഷേധിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല. ഇതിൽ പ്രകോപിതനായ സുധാകരൻ പരസ്യ പ്രതികരണം നടത്തി. മുതിർന്ന നേതാക്കളുടെയും സാമുദായിക നേതാക്കളുടെയും പിന്തുണ കൂടി സുധാകരന് അനുകൂലമായി മാറി. ഇതോടെയാണ് പൊടുന്നനെ സുധാകരനെ അടക്കം മാറ്റി ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തിയത്. ഇതിന്റെ പിന്നിൽ കേരളത്തിലെ ഒരു നേതാവിൻ്റെയും AICCയിൽ ഒരു പ്രമുഖന്റെയും പങ്കുണ്ടെന്നാണ് സുധാകരനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ശശി തരൂർ, ചെന്നിത്തല, K മുരളീധരൻ, VM സുധീരൻ, MM ഹസൻ അടക്കമുള്ള നേതാക്കൾ സുധാകരന് ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഒറ്റപ്പെട്ട നീക്കമായി നേതൃത്വം കരുതുന്നില്ല. KPCC പുനഃസംഘടനയിൽ തഴയപ്പെടുമെന്ന് ഉറപ്പുള്ള നേതാക്കളും സുധാകരന് രഹസ്യ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. DCC അധ്യക്ഷന്മാരുടെ മാറ്റത്തിലും തഴയുമെന്ന ആശങ്ക AI ഗ്രൂപ്പുകൾക്കും രണ്ടാം നിര നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരനെ മുൻനിർത്തി സമ്മർദ്ദം ശക്തമാക്കാനാണ് മറുവിഭാഗത്തിന്റെ ധാരണ. സംഘടനാ പുനഃസംഘടനയിൽ ഇനി മതിയായ ചർച്ച വേണമെന്ന നിലപാട് മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വച്ചു കഴിഞ്ഞു. അതേസമയം 2 ആഴ്ചയ്ക്കുള്ളിൽ DCC ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. മാനദണ്ഡമനുസരിച്ച് പട്ടിക കൈമാറാൻ KPCCയുടെ പുതിയ നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മതിയായ ചർച്ചയില്ലാതെ പട്ടിക കൈമാറിയാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് മറുവിഭാഗം നേതാക്കൾ നൽകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.